ഇബാദത്ത് നേരാവണ്ണമാകണമെങ്കിൽ ഇൽമു വേണം, ഇൽമു ഉപകാരപ്പെടണമെങ്കിൽ ഫഹ്മു വേണം, ഖിറാഅത്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അതുകൊണ്ട് നേട്ടം വേണമെങ്കിൽ അതിൽ തദബ്ബുർ ഉണ്ടായിരിക്കണം. വളരെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ധാരാളമായി ചിന്തകൾ കൊണ്ട് മുഴുകേണ്ട ഒരു ഖൗലാണിത് അലി റളിയല്ലാഹു അൻഹുവിന്റേത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിൽ ത്വലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട, ത്വലബുൽ ഇൽമിൻ്റെ പ്രാധാന്യം, അതിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട ബാബിലെ അടുത്ത ഹദീസാണ് ഈ കിതാബിലെ 113-ാമത്തെ ഹദീസ്. وعن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم العلم ثلاث. علم എന്നുള്ളത് മൂന്നെണ്ണമാണ്. ആയത്തുൻ മുഹ്കമത്തുൻ, മുഹ്കമത്തായ ആയത്ത്. ഔ സുന്നത്തുൻ ഖായിമത്തുൻ, സ്ഥിരപ്പെട്ട സുന്നത്ത്. ഔ ഫരീളത്തുൻ ആദിലത്തുൻ, നീതിപൂർവമായിട്ടുള്ള അനന്തരാവകാശ നിയമങ്ങൾ. വമാ കാന സിവാ ദാലിക ഫഹുവ ഫദ്ലുൻ, ഇതൊഴികെയുള്ള, ഇതല്ലാതെ വരുന്ന കാര്യങ്ങൾ അത് ഫദ്ലാണ്, അത് കൂടുതലായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. റവാഹു ദാരിമി വ അബൂ ദാവൂദ്, ദാരിമി, അബൂ ദാവൂദ് എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ അൽ ഇൽമു സലാസുൻ എന്നുകൊണ്ട് ഉദ്ദേശം അസ്ലു ഉലൂമിദ്ദീൻ, ദീനിന്റെ ഇൽമിന്റെ അടിസ്ഥാനങ്ങൾ മൂന്നെണ്ണമാണ്. മൂന്ന് കാര്യങ്ങളാണ് ദീനിന്റെ ഇൽമിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, ശർഇന്റെ മസ്അലകളുടെ അടിസ്ഥാനം. അതിലൊന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൻ മുഹ്കമത്തുൻ, മുഹ്കമത്തായിട്ടുള്ള. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മുതശാബിഹാത്തായ ആയത്തുകളും മുഹ്കമായ ആയത്തുകളും ഏതൊക്കെയാണെന്ന്. വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു ആയത്തുകൾ, വ്യക്തമായി കാര്യം മനസ്സിലാക്കി തരുന്ന, ഒരു സംശയവുമില്ലാത്ത ആയത്തുകൾ, അങ്ങനത്തെ മുഹ്കമായ ആയത്തുകൾ, അത് ഒന്നായിട്ട് എണ്ണി. അതായത് ഖുർആനിന്റെ ആയത്തുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾ മുതശാബിഹാത്തായ ആയത്തുകളെ എടുത്ത് അതിന്റെ പിന്നാലെ കൂടി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. മറ്റു ചില ആളുകൾ മൻസൂഖായ, അതായത് നിയമങ്ങൾ ഇല്ലാതാക്കിയിട്ടുള്ള, അഥവാ വിശുദ്ധ ഖുർആനിൽ നാസിഖും മൻസൂഖായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാവും. ആദ്യം ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടാകും, അതിനെ ഇല്ലാതാക്കിയിട്ട് വേറെ പുതിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ പഴയ നിയമമുള്ള ആയത്തുകൾ ഖുർആനിൽ ഉണ്ടാവും, അതിന്റെ വിധിയാണ് ഇല്ലാതാക്കിയിട്ടുണ്ടാവുക. ആയത്തുകൾ ഖുർആനിൽ ഉണ്ടാവും, ആ ആയത്തുകളെ എടുത്ത് വിധി തേടുന്ന അവസ്ഥ. അതൊന്നുമില്ലാതെ വ്യക്തമായ മുഹ്കമായ ആയത്തുകളെ മാത്രം എടുത്തുകൊണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് ഇസ്ലാമിന്റെ ഇൽമിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണത്. അതല്ലാത്ത മുതശാബിഹാത്തായ ആയത്തുകളുടെയും മൻസൂഖായ ആയത്തുകളിൽ നിന്നെല്ലാം വിധി തേടിക്കഴിഞ്ഞാൽ അവർ പിഴച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ അടിസ്ഥാനം പറഞ്ഞ ഖുർആനിലെ വ്യക്തമായി മനസ്സിലാകുന്ന ആയത്തുകൾ. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ സുന്നത്തുൻ ഖായിമത്തുൻ, സ്ഥിരപ്പെട്ട സുന്നത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരങ്ങൾ, റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ, റസൂലുള്ളാഹിന്റെ അംഗീകരണങ്ങൾ, ഇതെല്ലാം ഹദീസുകളാണ്. ആ സഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ അത് ഇൽമിന്റെ രണ്ടാമത്തെ കാര്യമാണ്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ വഹ്യാണ്, അള്ളാഹുവിന്റെ വഹ്യ അനുസരിച്ചിട്ടുള്ളതാണ്. അതാണ് ദീനിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം, ഇൽമിന്റെ അടിസ്ഥാനം. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫരീളത്തുൻ ആദിലത്തുൻ,
നീതിപൂർവമായിട്ടുള്ള അനന്തരാവകാശ സ്വത്തിന്റെ നിയമങ്ങൾ, അഥവാ മീറാസ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് എങ്ങനെ വീതിക്കണം, അയാളുടെ ഭാര്യമാർക്ക് എത്ര, ആൺമക്കൾക്ക് എത്ര, പെൺമക്കൾക്ക് എത്ര, സഹോദരന്മാർ, ഉമ്മ ഉപ്പ, അങ്ങനെ ആർക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നൽകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആദിലാണ്, നീതിപൂർവമാണ്. അതിലൊരു സംശയത്തിന്റെയോ അതിലൊരു അനീതിയുടെയോ ആവശ്യമില്ല. അങ്ങനെയുള്ള ആ ഫറാഇൽ നിയമങ്ങൾ അത് ഇൽമിന്റെ മൂന്നാമത്തെ അടിസ്ഥാനമാണ്. അല്ലാഹു തആലയുടെ പരിധിയാണത്, അല്ലാഹു തആല നിർണയിച്ച നിയമമാണത്. എത്രയോ ആയത്തുകൾ നമുക്ക് കാണാം. അല്ലാഹു തആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ പരിധികളാണ്. അതുപോലെ വമയ്യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലായിരിക്കും, അവർ എന്നും സ്ഥിരതാമസക്കാരായിരിക്കും അവിടെ. അതുപോലെ തന്നെ അള്ളാഹുവിനെ എതിർക്കുന്നവർക്ക് ഇതിനെതിരായിട്ടുള്ളതും. ഇവിടെ മീറാസിന്റെ നിയമം, അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ള ഇസ്ലാമിന്റെ ഫന്ന്, ഇൽമിന്റെ ഫന്ന് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് എന്നുള്ളത് ഫറായിലിന്റെ നിയമങ്ങളായിരിക്കും. അത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ, രണ്ടാളുകൾക്ക് ഇതിലൊരു നിയമം പഠിക്കാൻ ആവശ്യമായിട്ട് അതിനെ വിധി തേടുമ്പോൾ അത് ആരോട് ചോദിക്കണമെന്നറിയാത്തൊരവസ്ഥ വരും. പലപ്പോഴും ആളുകൾക്ക് അത് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം കുറെ കണക്കും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ പഠിച്ച ആളുകൾ അത് മറന്നുപോകാൻ ധാരാളം സാധ്യതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമൂ അൽ ഫറാഇദ വഅല്ലിമൂഹാ, നിങ്ങൾ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നഹു നിസ്ഫുൽ ഇൽം, അത് ഇൽമിന്റെ പകുതിയാണ്. വഹുവ യുൻസ, അത് മറക്കപ്പെടുകയും ചെയ്യും. വഹുവ അവ്വലു ഷൈഇൻ യുൻസഉ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതും മറക്കാൻ സാധ്യതയുള്ളതും പഠിക്കാൻ അതിയായി ക്ഷമ വേണ്ടതും ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൽമ്, ഫറായിലിന്റെ അനന്തരാവകാശ നിയമങ്ങൾ, ഈ മൂന്നെണ്ണമാണ് ഇൽമിന്റെ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഖുർആനിലെ ആയത്തുകൾ, 2 സ്ഥിരപ്പെട്ട ഹദീസുകൾ, 3 ഫറായിലിന്റെ നിയമങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ കാന സിവാ ദാലിക ഫഹുവ ഫദ്ൽ, ഇതിന് പുറമേയുള്ള കാര്യങ്ങളെല്ലാം ഫദ്ലത്താണ്, അത് അധികമായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഇൽമ് തന്നെയാണ്. എന്നാൽ ഈ മൂന്നെണ്ണമാണ് അടിസ്ഥാനം എന്നുള്ളത്, ഇതിന് പുറമേയുള്ള ഇൽമുകളെല്ലാം ഫദ്ലുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ഹദീസ്, وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من قال في القرآن برأيه فليتبوأ مقعده في النار رواه الترمذي. അതോടൊപ്പം തന്നെ വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, മൻ ഖാല ഫിൽ ഖുർആനി ബിഗൈരി ഇൽമിൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ റവാഹു തിർമിദി. ഒരേ ആശയത്തിലുള്ള 2 റിവായത്തുകളാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാല ഫിൽ ഖുർആൻ ബിറഈഹി, ആരെങ്കിലും ഖുർആനിൽ അവന്റെ ഒരു ചിന്ത പ്രകാരം, അവന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം എന്തെങ്കിലും പറഞ്ഞാൽ, ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ, അവൻ നരകത്തിലെ അവന്റെ സ്ഥാനം അവൻ മുൻകൂട്ടി ബുക്ക് ചെയ്തു വെച്ചോട്ടെ, അല്ലെങ്കിൽ ഉറപ്പിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഖുർആനിന്റെ തഫ്സീറുകൾ, ഖുർആനിന്റെ ആയത്തുകളുടെ വിശദീകരണങ്ങൾ നമുക്ക് തോന്നിയതുപോലെ പറയാനുള്ളതല്ല, നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. ഒരായത്ത് നമ്മൾ പാരായണം ചെയ്തു, അപ്പൊ നമുക്ക് തോന്നുകയാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ കേവലം ഭാഷാപരമായിട്ടുള്ള അർത്ഥം എടുത്തിട്ട് അതിന്റെ ആശയം ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഒരു കാഴ്ചപ്പാടിൽ അതിനെപ്പറ്റി പറയുക എന്നുള്ളത് തെറ്റാണ്. ഇനി അത് ശരിയായാൽ പോലും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാല ഫിൽ ഖുർആനി ബിറഈഹി ഫഅസാബ ഫഖദ് അഖ്തഅ, ആരെങ്കിലും ഖുർആന്റെ ഒരു വ്യാഖ്യാനം സ്വന്തമായിട്ട് പറഞ്ഞു, ഇനി അത് ശരിയാണെങ്കിൽ തന്നെ എന്താണ്, അത് അവൻ ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഖുർആനിന്റെ തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലമാക്കൾ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഖുർആനിന്റെ ഒരു ആയത്ത് തഫ്സീർ ചെയ്യേണ്ടത്. അതിന് ചില രീതികളുണ്ട്. പ്രധാനമായും 4 രീതിയാണ് ഖുർആനിന്റെ തഫ്സീർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകളെ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് തന്നെ വിശദീകരിക്കുക.
ഖുർആനിലെ ഒരായത്തിനെ വേറെ ചില ആയത്തുകൾ അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ടാകും. ഒരുപാട് ആയത്തുകൾ അങ്ങനെ കാണാം. ഒരായത്ത് പറയുമ്പോൾ ആ ആയത്തിനെ വിശദീകരിക്കാൻ മറ്റു പല ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഖുർആനിലെ ഹദീസുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോ ആയത്തിനെയും റസൂലുള്ളാഹ് പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേത് സ്വഹാബാക്കൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല വിശദീകരണം. കാരണം അല്ലാഹു തആല പറഞ്ഞു വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നാം നിനക്ക് ദിക്റിനെ ഇറക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടത്. അപ്പോൾ രണ്ട് ഇറക്കപ്പെട്ട സാധനം പറഞ്ഞു. ഒന്നാമത് ഖുർആനാണ്, രണ്ടാമത് വിശദീകരണം അതിന്റെ ഹദീസുകളാണ്. അതിന്റെ ഹദീസ് കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് വിശദീകരിക്കാനുള്ളത് സഹാബത്തിന്റെ ഫഹ്മു കൊണ്ടാണ്. എങ്ങനെയാണോ ഒരായത്തിനെ സഹാബാക്കൾ മനസ്സിലാക്കിയത്, ഹദീസിന്റെ വിശദീകരണം സഹാബാക്കൾ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നാലാമത് ചെയ്യാനുള്ളത് വിശദീകരണം ചെയ്യുന്നത് താബിഈങ്ങളുടെ തഫ്സീർ കൊണ്ടാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബാക്കൾ പഠിച്ചു, ആ സ്വഹാബാക്കളെ നേരിട്ട് കാണുകയും ആ സ്വഹാബാക്കളിൽ നിന്ന് ഇൽമു നേടുകയും ചെയ്ത താബിഈങ്ങളുണ്ട്. ഇബ്രാഹിം അൻ-നഖഈ പോലെയുള്ള, സഈദ് ഇബ്നു മുസയ്യിബ് പോലെയുള്ള, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പോലെയുള്ള പല താബിഈങ്ങൾ, അവരെല്ലാം സ്വഹാബാക്കളെ കണ്ടിട്ടുള്ളതാണ്. ആ സ്വഹാബാക്കളിൽ നിന്ന് ഇൽമു നേടിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തഫ്സീറുകൾ കൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കാം. ഈ നാലെണ്ണമാണ് അടിസ്ഥാനപരമായിട്ട് ഖുർആൻ തഫ്സീർ ചെയ്യാനുള്ള മാർഗം. ഖുർആനിന്റെ ആയത്തിനെ മറ്റൊരായത്ത് കൊണ്ട് വിശദീകരിക്കാം, ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കാം, സഹാബാക്കളുടെ ഫഹ്മു കൊണ്ട് വിശദീകരിക്കാം, താബിഈങ്ങളുടെ ഖൗലുകൾ കൊണ്ട് വിശദീകരിക്കാം. പിന്നീട് അഞ്ചാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷാ പ്രകാരം വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറബിയിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അല്ലാഹു തആല അറബിയിൽ ഇറക്കി എന്നുള്ളത് എത്രയോ തവണ തഫക്കുറിന് വേണ്ടി, നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്നെല്ലാം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല ആയത്തുകളിലെയും തഫ്സീറുകൾ, ചില ആയത്തുകളുടെ തഫ്സീറുകൾ നമുക്ക് അറബി ഭാഷയുടെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് കാണാം. സ്വഹാബാക്കൾ തന്നെ ചില ആയത്തുകളെ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥവും അതിന്റെ എത്രത്തോളം അർത്ഥവും വ്യാഖ്യാനവും വരുന്നുണ്ടോ തദടിസ്ഥാനത്തിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇങ്ങനെ 5 തരത്തിലാണ് വിശുദ്ധ ഖുർആന്റെ തഫ്സീർ ഉള്ളത്. ഇങ്ങനെ ഉലമാക്കൾ തഫ്സീർ ചെയ്ത ഒരുപാട്, ഈ രീതിയിൽ തഫ്സീർ ചെയ്ത ഒരുപാട് പ്രബലമായ തഫ്സീറുകൾ നമുക്ക് ലഭ്യമാണ് പണ്ഡിതന്മാർ ഈ ഒരു അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾക്കൊരു കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആയത്ത് പാരായണം ചെയ്തിട്ട് നമുക്ക് അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണെന്ന് തോന്നിയിട്ട് നാം പറയാൻ തുടങ്ങിയാൽ അവനവന്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന് തോന്നിയ ഇഷ്ടത്തിന് പറയാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച പോലെയും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയും വ്യാഖ്യാനിക്കാനുള്ളതാണ്. അതല്ലാത്ത രീതിയിൽ അവൻ പല രീതിയിൽ ആളുകളെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ശാസ്ത്രീയപരമായിട്ട് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഇൽമുൽ കലാമും ഫൽസഫയും വെച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പല രീതിയിൽ കാണാൻ സാധിക്കും. അതെല്ലാം തെറ്റാണ്, അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറഞ്ഞത് പ്രകാരം നരകശിക്ഷ ലഭിക്കുന്ന വലിയ ഗൗരവമേറിയ കുറ്റവുമാണ്. അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹ് വമൻ അശാറ അലാ അഖീഹി ബിഅംരിൻ യഅലമു അന്ന അർ-റുശ്ദ ഫീ ഗൈരിഹി ഫഖദ് ഖാനഹു റവാഹു അബൂ ദാവൂദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹ്. ആരെങ്കിലും ഒരു ഫത്വ നൽകാൻ ഒരു ഇൽമില്ലാതെ ഒരു കാര്യത്തെ ഒരാളോട് ചോദിച്ചു, അവന് ഇൽമുണ്ടാവുമെന്ന് വിചാരിച്ച ഒരാൾ ചോദിച്ചതായിരിക്കും, അവൻ അറിയില്ല, എന്നിട്ട് അവൻ അറിയാത്ത വിഷയത്തിൽ അവന് തോന്നിയ പോലെ അവന് ഫത്വ കൊടുക്കുകയാണ്, ഇൽമില്ലാ വിഷയത്തിൽ, എന്നിട്ട് ഫത്വ കൊടുത്താൽ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹ്. എന്നിട്ട് ആ ആള് ചോദിച്ച ആൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്, അതിന്റെ പാപം ആർക്കാ ഉണ്ടാവുക? ആ ഫത്വ കൊടുത്തവനാണ് ഉണ്ടാവുക. ആ ഫത്വ കൊടുത്തവനാണ് ആ ചെയ്തവന്റെ പാപം ഉണ്ടാവുക. വമൻ അശാറ അലാ അഖീഹി ബിഅംരിൻ യഅലമു അന്ന അർ-റുശ്ദ ഫീ ഗൈരിഹി ഫഖദ് ഖാനഹു.
ഒരാൾ അവന്റെ സഹോദരന് ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു, അപ്പൊ അവൻ അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കണവനറിയാം ശരിയായത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് മറ്റേതാണ്, അതാണ് ശരിയായിട്ടുള്ളതെന്ന് അവനറിയാം. എന്നിട്ട് വേറെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവനെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങൾ അറിയാത്ത ആളുകൾ ചോദിക്കേണ്ടത് അതിനെ കുറിച്ച് ഇൽമുള്ളവരോടാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അഹ്ലു ദിക്റിനോട് ഇൽമുള്ളവരോട് ചോദിക്കുക നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഒരു ഫത്വ ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൽമിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഒരു സാധാരണക്കാരൻ വന്ന് എന്തെങ്കിലും വിഷയത്തിൽ ഫത്വ ചോദിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ധാരണ എന്താണ്? ഇവൻ ഇൽമുള്ള ആളാണ്, ഇവനെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ വിഷയത്തിൽ ഇവനോട് അഭിപ്രായം ചോദിക്കാം, എനിക്ക് അറിയാൻ പറ്റും എന്നുള്ളതിനേക്കാണ് ചോദിക്കാൻ വരിക. അപ്പൊ ഈ വ്യക്തി ഇവനതിനെ കുറിച്ച് ഇൽമില്ലാതെ തെറ്റായ രീതിയിൽ അതിലൊരു ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ, തെറ്റായ രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന തെറ്റായ കർമ്മത്തിന്റെ പാപം ഇവന്റെ മേലെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇൽമുള്ളവർ, ഇൽമിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ആളുകൾക്കിടയിൽ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട, ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. തെറ്റായ ഫത്വകൾ നൽകുക എന്നുള്ളത് അതിന്റെ കുറ്റം വളരെയധികം വലുതായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇൽമുള്ളവർ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയാൻ പഠിക്കണം, എനിക്കറിയില്ല എന്ന് പറയാൻ പഠിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പ്രശസ്തമാണ്. ഇമാം ദാരിൽ ഹിജ്റ ചെയ്യപ്പെട്ട നാടിന്റെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വിദൂരത്തുള്ള നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ 40ഓളം ചോദ്യം ആ നാട്ടിലത്തെ ആളുകളിൽ നിന്ന് വന്നിട്ടുള്ള 40ഓളം ചോദ്യങ്ങളുമായിട്ട് വന്നു. അതില് 4 ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മറുപടി കൊടുത്തത്, ഫത്വ കൊടുത്തത്. ബാക്കി 36 ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു ലാ അദ്രി ലാ അദ്രി ലാ അദ്രി. അവിടുന്ന് വന്ന ആളോട് മറുപടി അറിയാം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വന്ന വ്യക്തി എന്ന് പറയുന്നത് നാട്ടിൽ നിന്നുള്ള എല്ലാ സംശയങ്ങളൊക്കെ ചോദിച്ച് ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്രോഡീകരിച്ച് വന്നിക്കാൻ അത്ര ത്യാഗം സഹിച്ചിട്ട്. അപ്പൊ ആ വ്യക്തി ഇമാം മാലിക്കിനോട് പറഞ്ഞു ഞാൻ അങ്ങ് ദൂരത്തുനിന്ന് വരികയാണ്, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് പറയുന്നത് ലാ അദ്രി എനിക്കറിയില്ല എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇർകബ് റാഹിലതക വദ്ഹബ് ഇലൽ ബലദി അല്ലദീ ജിഅത മിൻഹു. നീ നിന്റെ വാഹനത്തിൽ കയറി ഏത് നാട്ടിൽ നിന്നാണോ നീ വന്നത് ആ നാട്ടിലേക്ക് നീ പോവുക. എന്നിട്ട് പറയുക സഅൽതു മാലികൻ, ഞാൻ മാലിക്കിനോട് ചോദിച്ചു. ഫഖാല ലാ അദ്രി, മാലിക് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്ന് നീ പറയണമെന്ന് പറഞ്ഞു. അതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും ഇദാ തറകൽ ആലിമു ലാ അദ്രി ഉസീബത് മഖാതലുഹു. ഒരു ആലിം ലാ അദ്രി എന്നുള്ള അറിയില്ല എന്ന് പറയുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് നാശം സംഭവിക്കും, അവന് അപകടം സംഭവിക്കും. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ അടുക്കൽ മദീനയിലെ മസ്ജിദിൽ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫത്വ ചോദിച്ചാൽ ഓരോ സ്വഹാബിയും അടുത്ത ആളെ കാണിച്ചു കൊടുക്കും, അവരോട് ചോദിച്ചോളൂ എന്നല്ല. അവർക്ക് പേടിയായിരുന്നു. ദീനിന്റെ ഒരു വിഷയം സംസാരിക്കുന്നിടത്ത് തെറ്റായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ട് അവർ എന്തു ചെയ്യുമായിരുന്നു, അവര് വേറൊരാൾ ചോദിക്കാൻ പറയുമായിരുന്നു. അതുപോലെ അറിയില്ല എന്ന് പറയാൻ അവര് ശ്രമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇൽമ് നേടുന്നവർ, ഇൽമിന്റെ ആളുകളായി നിലകൊള്ളുന്നവർ, അവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് തനിക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുക. ഒരു ഭയവുമില്ലാതെ അറിയില്ല എന്ന് പറയും. ഇന്ന് കാലത്ത് വളരെയധികം ഇതുപോലെയുള്ള ഫിത്നകളിൽ അകപ്പെട്ട ഇൽമുണ്ടവരെന്ന് നടിക്കുന്ന മുതആലിമീങ്ങൾ, ഇൽമുണ്ടവരെന്ന് അഭിനയിക്കുന്ന ആളുകൾ, അവരൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ എനിക്കറിയില്ല എന്ന് പറയാൻ മടി കാണിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അത് വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞ ഒരു കാര്യമാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ അശാറ അലാ അഖീഹി ബിഅംരിൻ യഅലമു അന്ന അർ-റുശ്ദ ഫീ ഗൈരിഹി ഫഖദ് ഖാനഹു. ഒരാൾ തന്റെ സഹോദരന് ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവനറിയാം ഇതിനേക്കാൾ ശരിയായിട്ടുള്ളത് മറ്റേതാണ്, മറ്റേ വേറൊരു കാര്യമാണെന്നറിയാം. എന്നിട്ടും അവൻ ഇത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനെ ചതിച്ചിരിക്കുന്നു, അവനെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ സഹോദരന്മാർ നമ്മൾ മുഷാവറ കൂടുക എന്നുള്ളത്, കൂടിയാലോചിക്കുക എന്നുള്ളത്
നമ്മുടെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ. അങ്ങനെ ഒരു കാര്യം വന്നാൽ അതിലേറ്റവും ഖൈറായതിലേക്ക് നസീഹത്തോടു കൂടി നാം ആളുകളെ നയിക്കണം. അടുത്ത ഹദീസ് വഅൻ മുആവിയത റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഉഗ്ലൂതാത്ത് റവാഹു അബൂ ദാവൂദ് അയ്ളൻ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു അൻ അൽ ഉഗ്ലൂതാത്ത്, ഗലത്ത് അഥവാ ഉഗ്ലൂതത്ത് എന്നുള്ളതിന്റെ ജംആണ് അൽ ഉഗ്ലൂതാത്ത് എന്ന് പറയുന്നത്. അഥവാ അബദ്ധങ്ങൾ, തെറ്റുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉലമാക്കളെ ബുദ്ധിമുട്ടിച്ച് ഉലമാക്കൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിപ്പിക്കുന്നതും ആ അബദ്ധങ്ങളെ എടുത്തുകൊണ്ട് അതൊരു കാര്യമായിട്ട് എടുക്കുന്ന ആളുകൾ, അങ്ങനെ ചില ആളുകൾ ഉണ്ടായിരിക്കും. ഇന്ന് കാലത്തൊക്കെ വളരെയധികം കാണുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അവർക്കറിയാം ഈ ചോദ്യം ചോദിച്ചാൽ ഇന്ന രീതിയിലാണ് ഉലമാക്കൾ മറുപടി പറയുക എന്ന് അവർക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളിൽ ഓരോ തെറ്റുകളും എല്ലാം ഉണ്ടാക്കി ഉലമാക്കളുടെ തെറ്റുകൾ, ഉലമാക്കൾ ഇൽമിന്റെ ഏതൊരു പരിധിയിൽ ഏതൊരാൾ എത്തിയാലും അബദ്ധങ്ങൾ പറ്റാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മനുഷ്യനാണെങ്കിൽ അവൻ അബദ്ധങ്ങൾ പറ്റും. അപ്പൊ അങ്ങനെ ഉലമാക്കൾക്ക് പറ്റുന്ന അബദ്ധങ്ങളെ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ചാടിക്കാനും അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഉലമാക്കൾക്ക് സംഭവിപ്പിക്കാനും വേണ്ടി അതിയായ ചോദ്യം ചോദിച്ച് അതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് അധികരിച്ച ചോദ്യങ്ങളാണ്. നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ആളുകളെ തെറ്റിക്കാൻ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് തെറ്റായ രീതിയിൽ അഭിപ്രായങ്ങളെ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്. ശക്തമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഹദീസ് വഅൻ കസീർ ഇബ്നു ഖൈസ് ഖാല, കസീർ ഇബ്നു ഖൈസ് എന്ന താബിഈ പറയുകയാണ്, കുൻതു ജാലിസൻ മഅ അബി ദർദാ ഫി മസ്ജിദി ദിമഷ്ക്, ഞാൻ ദമസ്കസിൽ അബൂ ദർദാ റളിയല്ലാഹുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ദമസ്കസിൽ ഒരു മസ്ജിദിൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, അതിനു മുമ്പ് തന്നെ പല ആളുകളെയും റസൂലുള്ളാഹി നിയോഗിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷം പല ശ്രേഷ്ഠരായ ഇൽമുള്ള സഹാബാക്കളും വ്യത്യസ്ത നാടുകളിലേക്ക് പോയി. സിറിയ, ഷാം, അതുപോലെ കൂഫ, ദമസ്കസ്, അതുപോലെ ഈജിപ്ത്, പല നാടുകളിലേക്കും ബസറ, അതുപോലെയുള്ള നാടുകളിലേക്ക് അവിടെയുള്ള ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രശസ്തനായ സ്വഹാബിയാണ് അബൂ ദർദാ. ഹദീസ് പഠിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്വഹാബികളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ ദർദാ റളിയല്ലാഹു അൻഹുവും. റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടി ഹദീസ് പഠിക്കാൻ ശ്രദ്ധിച്ചിരുന്ന രണ്ട് സ്വഹാബാക്കളാണ്. ഈ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദമസ്കസിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ആളുകളെ പഠിപ്പിച്ചിട്ടും ആളുകൾക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടും എല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കസീർ ഇബ്നു ഖൈസ് എന്ന വ്യക്തി പറയുകയാണ്, ഞാൻ അബൂ ദർദാ റളിയല്ലാഹുവിന്റെ കൂടെ ദമസ്കസിലെ മസ്ജിദിൽ ഇരിക്കുകയാണ്. ഫജാഅ റജുലുൻ, ഒരു വ്യക്തി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബൂ ദർദാ, ഏ അബൂ ദർദാ, ഇന്നി ജിഅ്തുക മിൻ മദീനത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നാണ്. മദീനയിൽ നിന്നാണ് വരുന്നത്. മദീനയിൽ നിന്ന് എങ്ങോട്ടാ വരുന്നത്? ദമസ്കസിലേക്കാണ് വരുന്നത്. വളരെയധികം ദൂരമുണ്ട്. അന്നത്തെ കാലത്തെ യാത്രയും ദൂരമുള്ളതാണ്. വരികയാണ് ലി ഹദീസിൻ, ഒരു ഹദീസിന് വേണ്ടിയിട്ട്, ഒരു ഹദീസ് വേണ്ടിയിട്ടാണ്. ബലഗനി അൻക അന്നക തുഹദ്ദിസുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ജിഅ്തുക ലി ഹാജത്തിൻ, ഞാൻ അറിഞ്ഞു നിങ്ങൾ അള്ളാന്റെ റസൂലിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ് ഞാൻ മദീനയിൽ നിന്ന് ദമസ്കസ് വരെ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, മാ ജിഅ്തുക ലി ഹാജത്തിൻ, എനിക്ക് ഇവിടെ വരേണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട വേറെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. വേറെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. സഹാബാക്കൾ, താബീങ്ങൾ, അവരൊരു ഹദീസിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് ഈജിപ്ത് വരെ, അന്നത്തെ കാലത്തെ യാത്ര എന്ത് ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്തെ മരുഭൂമികളിലൂടെയുള്ള യാത്രയും യാത്രാ സൗകര്യവും എത്ര കുറവാണ്. പല പണ്ഡിതന്മാരെയും സലഫുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. യാത്രയിൽ ത്യാഗം സഹിച്ച് ചോര മൂത്രിക്കേണ്ടി വന്ന സലഫുകളുടെ ചരിത്രം നമുക്ക് കാണാം. ഒരു ഹദീസിന് വേണ്ടിയിട്ട്
ഒരു ഹദീസിൽ മരുഭൂമിയിൽ അകപ്പെട്ടു പോയിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ നിർബന്ധിത സാഹചര്യത്തിൽ സ്വന്തം മൂത്രം വരെ കുടിക്കേണ്ടി വന്ന സലഫുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഹദീസ് പഠിക്കാൻ വേണ്ടി പോയിട്ട് അവർക്ക് ഹദീസിന്റെ വില അറിയാമായിരുന്നു, ഹദീസിന്റെ മഹത്വം അറിയാമായിരുന്നു. അവരതിനു വേണ്ടി സഹിച്ച ത്യാഗം കൊണ്ടാണ് നമുക്കിന്ന് വെറുതെ 4 മൊബൈലിൽ 2 വട്ടം കൂടെ അമർത്തി കഴിഞ്ഞാൽ ഹദീസും അതിന്റെ സനദൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ വന്ന വ്യക്തി ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ് ഇത്ര അധികം ദൂരം ത്യാഗം സഹിച്ച് വന്നിട്ടുള്ളത്. അപ്പോ ഹദീസ് ചോദിച്ചു. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കട്ടെ. ഈ വന്ന വ്യക്തിക്ക് ഏറ്റവും യോജിച്ച ഹദീസ് തന്നെയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുക്കുന്നത്. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടു. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ ഇൽമ് നേടാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അവൻ അതിലൂടെ അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. സ്വർഗത്തിലേക്കുള്ള പാത അല്ലാഹു തആല അവൻ ഒരുക്കും. വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം. ഒരു ഇൽമ് നേടുന്നവനോടുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ അവന് താഴ്ത്തി കൊടുക്കും. വഇന്നൽ ആലിമ ليستغفر له من في السماوات ومن في الأرض والحيتان في جوف الماء. ഒരു ആലിമിന് വേണ്ടിയിട്ട് ആകാശത്തിലുള്ളവരും അതുപോലെ ഭൂമിയിലുള്ളവരും കടലിന്റെ നടുവിലുള്ള ഒരു മത്സ്യം പോലും ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും, അവന് പാവം പുറത്തു കൊടുക്കാൻ തേടിക്കൊണ്ടിരിക്കും. വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ്. ഒരു ആബിദിന്റെ മേലെ ആലിമിനുള്ള ഫദ്ല് എന്ന് പറഞ്ഞാൽ കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. മറ്റുള്ള നക്ഷത്രങ്ങളുടെ മേലെ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ഒരു ചന്ദ്രൻ എത്ര ഫദ്ൽ ഉണ്ടാകുമോ, ചന്ദ്രൻ എത്ര സൗന്ദര്യം ഉണ്ടാകുമോ, അതേപോലെയാണ്. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്നുള്ളത് അംബിയാക്കൾ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ. അമ്പിയാക്കൾ അനന്തരാവകാശമായിട്ട് ദീനാറോ ദിർഹമോ സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ വിട്ടേച്ചു പോയിട്ടില്ല. വഇന്നമാ വറസു അൽ ഇൽം. അവർ അനന്തരാവകാശമായി ഇട്ടേച്ചു പോയത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ അത് നേടുന്നത് അവൻ മഹത്തായ ഭാഗ്യമാണ് നേടുന്നത്. റവാഹു അഹ്മദ് വദ്ദാരിമി വഅബൂ ദാവൂദ് വതിർമിദി വഇബ്നു മാജഹ്. ഇവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു ഹദീസ്. ഒരു താലിബുൽ ഇൽമിന് ഇത്രയധികം പ്രചോദനം നൽകുന്ന വേറെ ഹദീസ് ഉണ്ടാകില്ല. അത്രയത്തോളം നമുക്ക് ഇൽമ് നേടാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന, താല്പര്യം നൽകുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞതുപോലെ മുൻഗാമികൾ ഇൽമ് നേടാൻ വേണ്ടി ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. നമ്മൾ ആലോചിച്ച് നോക്കണം, മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് വളരെ വലിയ ദൂരമുണ്ട്. ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ് അവർ ആ യാത്ര ചെയ്യുന്നത്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൽമ് നേടാൻ ഇന്ന് നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ വളരെ വലുതാണ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത, ശുക്ർ ചെയ്താൽ അവസാനിക്കാത്ത നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ ഒരു ദർസ് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് അത് അതേ സമയത്ത് കാണാനും കേൾക്കാനും ആ സദസ്സിൽ ഇരിക്കുന്നത് പോലെ പഠിക്കാനും സാധിക്കുന്ന ഒരവസ്ഥ അൽഹംദുലില്ലാഹ് നാം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. എത്ര യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലത്തെ കാര്യമാണ് നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നത്. ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ പല പണ്ഡിതന്മാരുടെ മുഹാവറകൾ, ദർസുകൾ, അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് അപ്പപ്പോൾ ലഭിക്കുന്ന, അതേ സമയത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പ്രത്യേകിച്ച് തുല്ലാബുകൾ ആ അവസ്ഥ ഉപയോഗപ്പെടുത്തണം. ഇന്ന് കാലത്ത് പണ്ടത്തെ പോലെയല്ല, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട്, ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് ചെലവുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെ പോലെ യാത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നിയമങ്ങളും കാര്യങ്ങളും ഇന്ന് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഇൽമ് നേടാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. സഹോദരങ്ങളെ, ഇൽമ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ സാധിക്കുള്ളൂ. ഒരു ഇൽമിന്റെ ഒരു ജാഹിലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്മകൾ ചെയ്യുമ്പോൾ ഒരു ജാഹിൽ ചിലപ്പോ 1 മണിക്കൂർ നിന്നുകൊണ്ട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നേടാൻ ഒരു ആലിമിന് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുന്ന ആലിമിന് കുറഞ്ഞ നേരം കൊണ്ട് ആ പ്രതിഫലം നേടാനുള്ള കർമ്മം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ജാഹിൽ, ഇൽമില്ലാത്ത ഒരുത്തൻ
അവനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കടക്കണം, അല്ലെങ്കിൽ ആ പാപത്തിന്റെ അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മായ്ച്ചു കളയുന്ന അറിയുന്നുണ്ടാവില്ല. അവൻ അതിന്റെ വിഷമത്തിലും ദുഃഖത്തിലും ആയിരിക്കും. പക്ഷെ ഇൽമുള്ള ആളാണ്, അയാളൊരു പാപം പറ്റിപ്പോയാലും അയാൾക്കറിയും ഈ പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മറികടക്കാം, എങ്ങനെയാണ് എനിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ അയാൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇൽമുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു തആലയിലേക്ക് അടുക്കാനും അത് മുഖേന സ്വർഗത്തിലേക്ക് എത്താനും സാധിക്കും. അതിനുള്ള മാർഗം എളുപ്പമാക്കി തരും. അതുപോലെ തന്നെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്ന അവരോടുള്ള ആ ഒരു തൃപ്തി കാരണത്താൽ അവർ ചെയ്യുന്ന ജോലി അള്ളാഹുവിന്റെ ദീന് പഠിക്കലാണ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ അള്ളാഹുവിന്റെ ഇൽമ് നേടലാണ്. അതുകൊണ്ട് മലക്കുകൾ ആകാശലോകത്തെ മഹത്തരമായ സൃഷ്ടികൾ അവരുടെ മുമ്പിൽ ചിറക് താഴ്ത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഇൽമു നേടുന്ന ആലിമായിട്ടുള്ള ഒരാൾക്ക് ആകാശഭൂമികളിലുള്ളതും കടലിന് ഉള്ളിലുള്ള മത്സ്യം പോലും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. അവൻ ചെയ്യുന്ന നന്മ കാരണത്താൽ അവന് ഇൽമു നേടിയാൽ എന്താണ്? മറ്റുള്ളവർക്കെല്ലാം ഉപകാരമാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും, മറ്റുള്ള ജനങ്ങളെ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ദീനി നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അവർ അള്ളാഹു സുബ്ഹാനഹുവതആലയിലേക്ക് അടുക്കുമ്പോൾ ആ ഒരു നന്മ ചെയ്യുന്നവന് വേണ്ടി എല്ലാവരും ഇസ്തിഗ്ഫാർ തേടുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ ഫളാണത്! അതുപോലെ തന്നെ ഇബാദത്തിൽ മുഴുകുന്ന ഒരുത്തനേക്കാൾ ഇൽമുള്ളവന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് പൂർണ്ണ നിലാവുള്ളപ്പോൾ നക്ഷത്രങ്ങൾക്ക് മേലെ ചന്ദ്രൻ ഉണ്ടാവുന്ന ശ്രേഷ്ഠത എത്രയാണോ അതുപോലെ ആയിരിക്കുമെന്ന് ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവനേക്കാൾ എനിക്കെത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും ഇൽമുള്ളവരെ മഹത്വം. അതുകൊണ്ട് സഹോദരങ്ങൾ, നാം ഇൽമു നേടാൻ നമ്മുടെ മറ്റുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കി, നമ്മുടെ മടി ഒഴിവാക്കി നമ്മൾ സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ ദർസുകൾ കേൾക്കുന്നതിലും അതുപോലെ തന്നെ വായനയിലും അത് എഴുതി വെക്കുന്നതിലും ഹിഫ്ളാക്കുന്നതിലും അതിന്റെ ഫഹ്മു മനസ്സിലാക്കുന്നതിലും എല്ലാം നാം സമയം ചെലവഴിക്കണം. ഇത്ര വലിയ ഫളലുള്ള ഒരു കാര്യമാണത്. എന്നിട്ട് പറഞ്ഞു, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ വിട്ടേച്ചു പോയതോടെ ഇൽമാണ്, അള്ളാഹു തആലയെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമാണ്. അത് നേടുന്നവരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. ഒരു ദീനാറോ ദിർഹമോ ഒട്ടേച്ചു പോയിട്ടില്ല. ഒരു സംഭവം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനൊക്കെ ശേഷം ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയിലേക്ക് ചെന്നു. അങ്ങാടിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കച്ചവടത്തിന്റെ തിരക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, മാ അജസകും, എന്ത് അത്ഭുതമാണ് നിങ്ങളുടെ കാര്യം, എന്താ നിങ്ങളുടെ അവസ്ഥ? അപ്പൊ അവര് ചോദിച്ചു, കച്ചവടം ചെയ്യുന്ന ആളെ ചോദിച്ചു, വമാദാക യാ അബൂ ഹുറൈറ, എന്താണ് അബൂ ഹുറൈറ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലിക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സിമു വഅൻതും ഹാഹുനാ ലാ തദ്ഹബൂന ഫതഖുദൂന നസീബകും മിൻഹു. അവിടെ അതാ അള്ളാഹിന്റെ റസൂലിന്റെ അനന്തരാവകാശത്വത്തെ അവിടെ വീതിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓഹരി നേടാനൊന്നും അങ്ങോട്ട് പോകുന്നില്ലേ, നിങ്ങൾ ഇവിടെ തിരക്കിൽ മുഴുകുകയാണോ ചോദിച്ചു. അപ്പൊ കച്ചവടം ചെയ്യുന്ന ആളുകൾ ചോദിച്ചു, വഅൈന ഹുവ, എവിടെയാണത് ചോദിച്ചു, എവിടെയാണ് നൽകുന്നത്? അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിൽ മസ്ജിദിലാണ്, മസ്ജിദുൻ നബവിയിലാണ്. ഫഖറജു സിറാഅൻ ഇലൽ മസ്ജിദ്, ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ അങ്ങാടിയിൽ നിന്ന് വേഗം ധൃതിപ്പെട്ട് മസ്ജിദിലേക്ക് പോവാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അങ്ങാടിയിൽ തന്നെ അവിടെ ഇങ്ങനെ നിന്നു, അവര് മടങ്ങി വരുന്നവരെ. അങ്ങനെ അവര് മടങ്ങി വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാലക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പൊ അവര് പറഞ്ഞു, യാ അബൂ ഹുറൈറ ഖദ് അതൈനൽ മസ്ജിദ ഫദഖൽനാ ഫലം നറ ഫീഹി ശൈഅൻ യുഖസ്സിം, ഞങ്ങൾ മസ്ജിദിൽ പോയി, അവിടെ ഉള്ളിൽ കയറി നോക്കി, ഞങ്ങൾ ഒന്നും അവിടെ വീതിച്ചു കൊടുക്കണ കണ്ടില്ല പറഞ്ഞു കച്ചവടക്കാര് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ, നിങ്ങൾ മസ്ജിദിൽ ഒരാളെയും കണ്ടില്ലേ ചോദിച്ചു, ഒരാളുണ്ടായിരുന്നില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ബല റഅയ്നാ ഖൗമൻ യുസല്ലൂൻ വഖൗമൻ യഖറഊനൽ ഖുർആൻ വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം. ഞങ്ങൾ കണ്ടു, അവിടെ കുറച്ചാളുകൾ നിസ്കരിക്കുന്നുണ്ട്, കുറച്ചാളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, കുറച്ചാളുകൾ ദീനിന്റെ ശർഈ നിയമങ്ങൾ ഹലാലും ഹറാമും എല്ലാം ഇങ്ങനെ ചർച്ച ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹകും ഫദാക മീറാത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശം, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശ സ്വത്ത് എന്നുള്ളത്. ഇൽമാണ്, ദീനിന്റെ ശർഈ ആയിട്ടുള്ള ഇൽമാണ്. ആർക്കാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശ സ്വത്ത് സ്വീകരിക്കാൻ മടിയുണ്ടാവുക? ആർക്കാണത് ലഭിക്കുന്നതിൽ സന്തോഷമില്ലാതിരിക്കുക?
നമ്മൾ ഈ ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വില മനസ്സിലാവാൻ അറിയോ? ഇൽമു നേടിക്കഴിഞ്ഞാലാണ്. നാം ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കുള്ള നഷ്ടം നമുക്ക് മനസ്സിലാവുക നാം ഇൽമു നേടിക്കൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥയുടെ മാറ്റം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ എന്താണ് നമുക്ക് ഇൽമു കൊണ്ടുണ്ടായ നേട്ടം എന്നുള്ളത്. പല പല വിഷയങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്നതിൽ അതിയായ താല്പര്യം കാണിക്കണം. അടുത്ത ഹദീസ് وعن أبي هريرة رضي الله عنه مرفوعا الكلمة الحكمة ضالة المؤمن فحيث وجدها فهو أحق بها رواه الترمذي وقال غريب وابن ماجه. رسول الله صلى الله عليه وسلم പറഞ്ഞ ഒരു ഹദീസിന്റെ വാക്കുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ കലിമത്തുൽ ഹിക്മ. ഹിക്മത്ത് എന്ന് പറഞ്ഞ കലിമത്ത് അഥവാ ഉദ്ദേശം ഇൽമാണ്. ഇൽമ്, ഫിഖ്ഹ്, ദീനിലെ ഫിഖ്ഹ്. ളാലത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പോലെയാണ്. ഒരു മുഅ്മിൻ, നമുക്ക് വിലപ്പെട്ട കുറച്ച് സമ്പത്തുണ്ട് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ വിലപ്പെട്ട വേറെ എന്തെങ്കിലും വസ്തുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും? അതുപോലെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. എന്നിട്ട് പറഞ്ഞു ഫഹൈസു വജദഹാ ഫഹുവ അഹഖു ബിഹാ, അത് എവിടെ അവൻ കണ്ടെത്തിയാലും അവനാണ് അതിന് ഏറ്റവും നല്ല അവകാശിയായിട്ടുള്ളത്. അവനാണ് അതിന്റെ അവകാശി. അതായത് ഇൽമ് ലഭിക്കുന്ന, ഇൽമ് നേടുന്ന സദസ്സുകൾ നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇൽമ് നേടാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചാൽ, ഒരു മുഅ്മിന് നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു ലഭിക്കുമ്പോൾ എത്രത്തോളം അവൻ അതിന്റെ മേലെ അവകാശം ഉണ്ടാകുമോ അത്രത്തോളം അവൻ അതിന് അവകാശിയാണ്. ഒരു മുഅ്മിന് നഷ്ടപ്പെട്ട സ്വത്താണ് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൽമിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൽമ് നേടുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ഇൽമ്, യഥാർത്ഥ ഇൽമ് എവിടുന്നാണോ കിട്ടുന്നത്, ഹക്ക് എവിടുന്നാണോ കിട്ടുന്നത്, അത് സ്വീകരിക്കാൻ നമുക്കൊരു മടി ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഹക്ക് വന്ന് പറഞ്ഞത് ഒരു ജൂതനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചു, ഹക്കായതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. ഒരിക്കൽ ഒരു ജൂതൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിഅമൽ ഉമ്മതു ഉമ്മതുക് ലൗലാ അന്നഹും യഅദിലൂൻ, നല്ല ഉമ്മത്താണ് നിന്റെ ഉമ്മത്ത്. റസൂലുള്ളാഹിയോട് പറയാൻ, നിങ്ങളുടെ ഉമ്മത്ത് നല്ല ഉമ്മത്താണ്, നിങ്ങൾ അവര് നീതി കാണിച്ചിരുന്നെങ്കിൽ, അവർ നേരാവണ്ണം നിലനിന്നിരുന്നെങ്കിൽ. അപ്പോൾ റസൂൽ ചോദിച്ചു, കൈഫ യഅദിലൂൻ, എങ്ങനെയാണ് ഇപ്പൊ നേരാവണ്ണം ആവേണ്ടത്? അപ്പൊ പറഞ്ഞു യഖൂലൂൻ, അത് ജൂതൻ പറയാണ്, നിങ്ങളുടെ ആളുകൾ അഥവാ മുസ്ലിമീങ്ങൾ പറയുന്നുണ്ട്, മാഷാ അല്ലാഹു വശിഅത, അവർ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ നബി നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ചില റിവായത്തുകൾ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന ഒരു ജൂതൻ പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മാഷാ അല്ലാഹു വശിഅത എന്ന് പറയുന്നുണ്ട്. അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനോടൊപ്പം റസൂലുള്ളാഹിയെ വെച്ച് പറയുന്ന അവസ്ഥ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനോടൊപ്പം റസൂലുള്ളാഹിയെ വെച്ച് പറയും. ഖാല ഇന്നഹു ലയഖൂലു ഖൗലൻ ഖൂലു മാ ശാ അല്ലാഹു സുമ്മ ശിഅത. എന്നിട്ട് റസൂലുള്ള സഹാബാക്കൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെ പറയാൻ പാടുള്ളൂ? മാഷാ അല്ലാഹ് എന്ന് മാത്രം പറയാൻ പാടുള്ളൂ ചില റിവായത്തുകളിൽ. അതോടൊപ്പം പറയുകയാണെങ്കിൽ തന്നെ മാഷാ അല്ലാഹ് സുമ്മ ശിഅത, പിന്നെ എന്നുള്ള ഉപയോഗിക്കണം. വാവ് എന്നുള്ളത് അതോടൊപ്പം എന്നുള്ള അർത്ഥത്തിലാണ് വരിക. സുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ് പിന്നെ എന്നുള്ള അർത്ഥത്തിൽ വന്നു. അങ്ങനെ പറയാൻ പാടുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ മേലെ സത്യം ചെയ്ത് പറയുന്നുണ്ടായിരുന്നു, ബിഹഖ് ഫുലാനിൻ വഹയാതി ഫുലാനിൻ, ഇന്നാലിന്ന ആളുടെ ജീവിതം തന്നെയാണ് സത്യം, അതുപോലെ തന്നെ കഅബയാണ് സത്യം. അത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫലാ യഹ്ലിഫ് ഇല്ലാ ബില്ലാഹ്, ഒരാൾ സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്ത് പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങൾ, ഇവിടെ ഹക്കായിട്ടുള്ള ഒരു ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുഅ്മിന് നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ പോലെയാണ്. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകളിൽ നാം പങ്കെടുക്കണം, അത് നമ്മൾ നേടുകയും വേണം. അതുപോലെ അടുത്ത ഒരു റിവായത്ത് വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഖൗലാണ്, ഇന്നൽ ഫഖീഹ ഹഖൽ ഫഖീഹി من لم يقنط الناس من رحمة الله ولم يرخص لهم في معاصي الله ولم يؤمنهم من عذاب الله ولم يدع القرآن رغبة عنه إلى غيره إنه لا خير في عبادة لا علم فيها ولا علم لا فهم فيه ولا قراءة لا تدبر فيها. علي رضي الله عنه മഹത്തായ ഒരു ഉപദേശമാണത്, മഹത്തായ ഒരു നിർദ്ദേശം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ ഫഖീഹ ഹഖൽ ഫഖീഹ്,
ഒരു ഫഖീഹ്, ദീനിൽ ഇൽമുള്ള ഒരാൾ യഥാർത്ഥ രൂപത്തിൽ ഇൽമുള്ളവനാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മൻ ലം യുഖന്നിതിൻ നാസ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ജനങ്ങളെ നിരാശരാക്കാൻ പാടില്ല. അതാണ് ഫഖീഹിന്റെ ഒരു ഗുണം പറയുന്നത്. ഇൽമുള്ള ഒരാൾ, ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പാപങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ജനങ്ങളെ നിരാശരാക്കാൻ പാടില്ല. നമ്മൾ കേട്ട് പരിചയിച്ചൊരു സംഭവമാണ്, 99 ആളെ വധിച്ച ഒരാൾ ഒരു റാഗിബിനോട്, അല്ലെങ്കിൽ ഒരു ഇബാദത്തിൽ മുഴുകുന്ന ഒരു വ്യക്തിയോട് ചെന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? എനിക്ക് തൗബയില്ല, 99 ആളെ കൊന്നിട്ട് നിനക്ക് തൗബ ഉണ്ടാവില്ല. അയാളെ കൊന്നിട്ട് പിന്നെ ഒരു ആലിമിന്റെ അടുത്ത് എത്തിയപ്പോൾ ആലിം പറഞ്ഞു കൊടുത്തു നിനക്ക് തൗബയുണ്ടാകും. അപ്പൊ അല്ലാഹു തആലയുടെ റഹ്മത്തിനെ തൊട്ട് ഒരടിമയെ, ജനങ്ങളെ നിരാശനാക്കാത്തവനാണ് ഫഖീഹ് എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വലം യുറഖിസ് ലഹും ഫീ മആശി അല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരടിമയ്ക്ക് ഇളവ് കൊടുക്കാനും പാടില്ല. ഒരു പാപം ചെയ്യുന്ന വിഷയത്തിൽ കുറച്ച് ചെയ്തോ കുറച്ച് ചെയ്യാതിരുന്നാൽ മതി, ആ രീതിയിലല്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഇളവ് നൽകുന്നവനും ആകാൻ പാടില്ല ഒരു ഫഖീഹ് എന്നുള്ളത്. വലം യുഅമ്മിൻഹും മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ജനങ്ങൾക്ക് നിർഭയത്വം നൽകാനും പാടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്യുന്നവനായിരിക്കണം, നിർഭയത്വം നൽകുന്നവനാകാൻ പാടില്ല ഫഖീഹ് എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു വലം യദഅൽ ഖുർആന റഗ്ബതൻ അൻഹു ഇലാ ഗൈരിഹി, ഖുർആനിനെ മറ്റൊന്നിനോടുള്ള ഒരു താല്പര്യവും ഖുർആനിനോടുള്ള വിമുഖതയും കാണിക്കുന്ന, അങ്ങനെ ഖുർആനിനെ ഒഴിവാക്കുന്ന ഒരാളാകാനും പാടില്ല. അതായത് ഖുർആനിന്റെ ഇൽമിൽ നിന്ന് വിട്ട് മറ്റു പല ഇൽമിലേക്കും കടന്ന ആളുകളെ, ഇപ്പൊ ഇൽമുൽ കലാമിന്റെ, ഫൽസഫയുടെ, അങ്ങനെ പല ഉലൂമുകളുണ്ട്, മന്തിഖ്, അതിൽ മുഴുകിക്കിടന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഖുർആനെ വിട്ടിട്ട് അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവുക. അങ്ങനെ ചെയ്യുന്നവനുമല്ല ഫഖീഹ് എന്ന് പറയുന്നത്. ഫഖീഹ് എന്ന് പറയുന്നത് എന്ത് വേണം? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് ജനങ്ങളെ നിരാശനാക്കാൻ പാടില്ല. 2, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് ഇളവ് നൽകാൻ പാടില്ല. 3, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകാനും പാടില്ല. അതുപോലെ ഖുർആനെ വിട്ട് മറ്റു പലതിലും മുഴുകാനും പാടില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നഹു ലാ ഖൈറ ഫീ ഇബാദത്തിൻ ലാ ഇൽമ ഫീഹാ, ഇൽമില്ലാത്ത ഒരു ഇബാദത്തിൽ ഒരു ഖൈർ ഉണ്ടാവില്ല. ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവന് ഇൽമുണ്ടായിരിക്കണം. ഇൽമില്ലാതെ തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യുന്നതിൽ അതിൽ ഖൈർ ഉണ്ടാവുകയില്ല. വലാ ഇൽമിൻ ലാ ഫഹ്മ ഫീഹി, ഒരു ഇൽമ് അതിലും ഖൈർ ഉണ്ടാവില്ല അതിൽ ഫഹ്മില്ല എങ്കിൽ. ഇൽമുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ അതവൻ മനസ്സിലാക്കിയിട്ടില്ല, അതവൻ അതിലും ഫഹ്മില്ല എങ്കിൽ അതിലും എന്തുണ്ടാവില്ല? ഖൈർ ഉണ്ടാവില്ല. അതുപോലെ വലാ ഖിറാഅത്തിൻ ലാ തദബ്ബുറ ഫീഹാ, തദബ്ബുർ ഇല്ലാത്ത, ഉറ്റാലോചിക്കാത്ത, അതിന്റെ പരിണിതിയെ കുറിച്ച് മനസ്സിലാക്കാത്ത ഖുർആൻ പാരായണത്തിലും ഒരു ഖൈർ ഉണ്ടാവില്ല. അതായത് ഇബാദത്ത് നേരാവണ്ണമാകണമെങ്കിൽ ഇൽമു വേണം, ഇൽമു ഉപകാരപ്പെടണമെങ്കിൽ ഫഹ്മു വേണം, ഖിറാഅത്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അതുകൊണ്ട് നേട്ടം വേണമെങ്കിൽ അതിൽ തദബ്ബുർ ഉണ്ടായിരിക്കണം. വളരെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ധാരാളമായി ചിന്തകൾ കൊണ്ട് മുഴുകേണ്ട ഒരു ഖൗലാണിത് അലി റളിയല്ലാഹു അൻഹുവിന്റേത്. നമ്മുടെ ഈ ബാബിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു ഖൗലും കൂടിയാണ്. ഇൽമു നേടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ബാബിലെ അവസാനത്തെ ഒരു ഹദീസാണ് വഅനിൽ ഹസൻ البصري رحمه الله رضي الله عنه قال رسول الله صلى الله عليه وسلم, رسول الله പറയാണ് من جاءه الموت وهو يطلب العلم ليحيي به الإسلام فبينه وبين النبيين درجة واحدة في الجنة رواهما الدارمي. رسول الله صلى الله عليه وسلم من جاءه الموت, ആരുടെ അടുക്കലാണോ മരണം എത്തുന്നത്, വഹുവ യത്ലുബുൽ ഇൽമ, അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ഇൽമു നേടുന്നവനായ അവസ്ഥയിലാണ്. ലിയുഹിയഹു ബിഹി അൽ ഇസ്ലാം, അതുകൊണ്ട് ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കാൻ, ദീനിൽ ഇബാദത്തുകൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അങ്ങനെ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് അവൻ പഠിക്കുന്നത്. ഫബൈനഹു വബൈന നബിയ്യിന ദറജത്തുൻ വാഹിദത്തുൻ ഫിൽ ജന്ന, അവന്റെയും നബിമാരുടെയും ഇടയിലുള്ള വ്യത്യാസം ഒരൊറ്റ ദറജയുടെ വ്യത്യാസമായിരിക്കും. അഥവാ നബിമാരുടെ ദറജകളുടെ തൊട്ട് താഴെയായിരിക്കും അവന്റെ ദറജ നാളെ സ്വർഗത്തിൽ ഉണ്ടാവുക. നമുക്കറിയാം നബിമാരുടെ ദറജ എന്ന് പറഞ്ഞാൽ അത്യുന്നതമാണ്, അതാണ് ഏറ്റവും ഉന്നതമായ ദറജ എന്നുള്ളത്, അതിൽ വേറൊരാളും എത്തുകയില്ല. പക്ഷേ അവൻ ഇൽമു നേടുന്ന അവസ്ഥയിലായിക്കൊണ്ട് മരിക്കുക എന്ന അവസ്ഥ വന്നാൽ അവന്റെ ദറജ തൊട്ട് താഴെയുള്ള ദറജയായിരിക്കും. കാരണം പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് ഇൽമു എന്നുള്ളത്, അതവൻ നേടുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് സമയത്തും, ഏത് മിനൽ മഹദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ
ഖബർ വരെ, ഖബർ ലഹദ് വരെ ഇൽമു നേടുമെന്ന് പറഞ്ഞ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ സലഫുകൾ, അവർ ഇൽമു നേടും. ജീവിതത്തിന്റെ അവസാന സമയം വരെ, അവസാന ശ്വാസം വരെ ഇൽമു നേടുന്നവരായിക്കൊണ്ടിരിക്കും. ചില സലഫുകളുടെ മരണസമയത്തെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചില ഹദീസുകൾ അവിടെ പറയുമ്പോഴേക്കും ഇവർ അതിന്റെ സനത് പറയുകയായിരിക്കും. ചിലർ മരണസമയത്ത് പറയുക, ചില സനതുകൾ മുറാജ ചെയ്യാൻ വേണ്ടി പറയുന്നവരായിരിക്കും. ചില ഇൽമുകളെ പുതുക്കുന്നവരായിക്കൊണ്ടായിരിക്കും. ചില ഹദീസുകൾ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ടായിരിക്കും. അവർ മരണസമയത്ത് പോലും ഇൽമു നേടുന്ന അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ഇൽമു നേടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു അറബി കോളേജിലെ 4 വർഷത്തെ കോഴ്സ് തീരുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കിതാബ് പഠിച്ചു തീരുക എന്നുള്ളതല്ല. നമ്മുടെ അവസാന ശ്വാസം വരെ നാം നേടേണ്ട, നാം തുടരേണ്ട കാര്യമാണ് ഇൽമു നേടുക എന്നുള്ളത്. ആ അവസ്ഥയിൽ മരിക്കുന്നവന് നബിമാരുടെ ദറജയുടെ തൊട്ട് താഴെയുള്ള ദറജയാണ് നാളെ പരലോകത്തുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമു നേടുന്നതിൽ ഒരു മടിയോ ഒരു ക്ഷീണമോ നമുക്ക് ബാധിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് മടികൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇൽമു നേടുന്നതിൽ മുഴുകണം. നമ്മുടെ സമയം ഉപയോഗിക്കണം, നമ്മുടെ യുവത്വം ഉപയോഗിക്കണം. പിന്നീട് ഒരു പക്ഷേ ഇത്രയധികം സമയം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇൽമു നേടുന്നതിൽ മുഴുകാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ബാബ്, ഇൽമു നേടുന്നതുമായി ബന്ധപ്പെട്ട പ്രാധാന്യം നൽകുന്ന ഈ ബാബ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 3 ബാബുകൾ കൂടി ഈ കിതാബിലുണ്ട്. ബാബ് ഖബ്ദുൽ ഇൽം, ഇൽമ് പിടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. ബാബു തശ്ദീദ് ഫി തലബിൽ ഇൽം, തലബുൽ ഇൽമിൽ കടുപ്പം കാണിക്കുന്ന തെറ്റായ രീതികൾ. അതുപോലെ തന്നെ ബാബു തജവ്വുസ് ഫിൽ ഖൗലി വ തർക് തകല്ലുഫ്, അതുപോലെ അതിര് കവിയുന്ന, അതുപോലെ തന്നെ കാട്ടിക്കൂട്ടുന്ന അവസ്ഥയിൽ നിന്നെല്ലാം ഒഴിവാകേണ്ടതുമായി ബന്ധപ്പെട്ട ബാബ് എന്നുള്ള 3 ബാബുകൾ കൂടി ഉണ്ട്. വബില്ലാഹി തൗഫീഖ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വരും ദർസുകളിൽ തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.